രാജു എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? നല്ല കുഴപ്പൻ. കുഴപ്പനാണോ? കുഴപ്പൻ. കുറച്ച് ബാക്കിയുണ്ടല്ലോ. കുറച്ച് ബാക്കിയുണ്ടല്ലോ. ഈ കുറച്ചും കൂടെ ഉള്ളൂ. ഏകദേശം ഇവിടെ തീരാറായി. ശരി. കച്ചവടം എങ്ങനെയുണ്ട്? അവിടെ കഴിഞ്ഞില്ലേ? എന്നിട്ട് ഞങ്ങൾ പോകുന്നത്. സാറിനെ സമ്മതിക്കണം കേട്ടോ. സാറ് ബിസിനസ് ചോദിക്കണം. രാഷ്ട്രീയത്തെ പോലെ തന്നെ ചോദിക്കും. കച്ചവടത്തിലാണല്ലോ. കച്ചവടത്തിൽ രാഷ്ട്രീയത്തിലൂടെ എത്തിയത്. വിളിച്ച് പറയാം. കുറച്ചുകൂടി ഉണ്ട്. വിളിച്ച് പറയാം. വിൽക്കുക അവസാനം. ചേട്ടാ ഒരു 20 ബിരിയാണി നാളത്തേക്ക് കിട്ടുമോ? 20 ബിരിയാണി സാറേ. ഹലോ. നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. അവിടെ എങ്ങനെ പോണ്? അതെയോ? ഇല്ല ഞാൻ വരും. ചേട്ടനെ നാളേക്കൊരു 20 ബിരിയാണി വേണം. നാളെ എപ്പോഴാണ് വേണ്ടേ? ഉച്ചയ്ക്ക് നടക്കില്ല കേട്ടോ. ഞങ്ങളുടെ ബിരിയാണി റെഡിയായി വരുമ്പോൾ ഒരു 4 മണിയാവും. കാരണം ഞങ്ങളുടെ അരി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം അരിയാണ്. അത് വെന്ത് പാകം കിട്ടണമെങ്കിൽ തന്നെ 4 മണിയോ 3-3:30 ആവും. പിന്നെ ഞങ്ങൾ പാക്ക് ചെയ്യുള്ളൂ. 4 മണിക്ക് ഫംഗ്ഷൻ എപ്പോഴാണ്? ഒരു കാര്യം ചെയ്യും, ഫംഗ്ഷൻ ഒരു 4 മണിക്ക് ശേഷം. ഞങ്ങളുടെ ബിരിയാണി വേണമെങ്കിൽ അതേ നടക്കും. അങ്ങനെ ആയിക്കോട്ടെ. രാവിലെ പറഞ്ഞാൽ മതി. ശരി സാർ. അവിടെ കഴിഞ്ഞു സാറേ. എല്ലാം ഒതുക്കി. പിന്നെ ഈ നമ്മുടെ ഈ 50 രൂപയുടെ ബിരിയാണി ഹാഫ് കൊടുക്കണം. കുറവൊന്നും കൊടുക്കണത് വൃത്തിയായിട്ട് കൊടുക്കണം. ഒരു ചീത്തപ്പേരുണ്ടാകരുത്. നന്നായിട്ട് കൊടുക്കണം. അന്നം കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് കൊടുക്കണമെന്നാണ്. ഇന്ന് കൊടുത്ത ആൾക്കാർ നാളെയും വരണം. അതാണ് നമുക്ക് വേണ്ടത് കേട്ടാ. ഞാനേ 1-2 ഓർഡർ എടുക്കാനുണ്ടോ? അത് എടുത്തോട്ടെ. ആയിക്കോട്ടെ സാർ. നടരാജ വേഗം ആയിക്കോട്ടെ. കച്ചവടം നടക്കട്ടെ. ഇനിയിപ്പോ ദിവസം എനിക്ക് ബിരിയാണി കഴിക്കാല്ലേ? പിന്നെ ഇതിപ്പോ ദിവസം ഇങ്ങനെ കഴിക്കാനൊന്നും മോള് സ്വപ്നം കാണണ്ട. ഇപ്പൊ ഇന്ന് ഞാൻ നിന്റെ കൊതിക്ക് വേണ്ടിട്ട് 2 പാക്കറ്റ് എടുത്തോണ്ട് വന്നതാ. പറ്റൂല, എനിക്ക് വേണ്ടി മാറ്റി വെക്കണം. ഇല്ല മക്കളെ, ഇത് ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ തന്നെ തികയണില്ല. ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റുകാരന്റെ മോനെ കൊണ്ട് കെട്ടിക്കാവില്ല. അപ്പൊ ദിവസം ബിരിയാണി ഉണ്ടല്ലോ. ഇത് ഫുള്ള് ഹാഫ് എന്ന് പറഞ്ഞാൽ ചെറുത്തറ ഒരു കുറവ്, ചെറിയ കണ്ടെയ്നർ അത്രേ ഉള്ളൂ. ഒരു നിമിഷം ഞാൻ ഒരു കാര്യം വിട്ടുപോയേ. അയ്യോ, ഇതങ്ങോട്ട് പിടിച്ചാട്ടെ മുതലാളി. പിന്നെ നിനക്കുണ്ട. പിന്നെ ഞാൻ താഴത്തെ വീട്ടിലെ മറ്റോ കൊണ്ട് കൊടുക്കട്ടെ. ഇന്നലെ തന്നെ 1300 രൂപ ഉണ്ട്. ഇനിയിപ്പോ നാളത്തേക്ക് സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? അതെല്ലാം പോയിട്ട് ബാക്കിയാണ് എൻ്റെ പൊന്നമ്മച്ചി. പിടിക്ക്. കഴിച്ചിട്ട് 3000 ഉണ്ട്. ഇന്നിപ്പോ അങ്ങനെ കച്ചവടം നടന്നു. ഇന്നത്തേതും കൂടുതൽ ഇന്ന് നടന്നു. ഇന്ന് 2 വണ്ടി പോയല്ലോ. ഇന്നലെ ഒരു വണ്ടിയല്ലേ ഉള്ളായിരുന്നു. ഇതിപ്പോൾ ഒരു വണ്ടിയിൽ കോമൺലൈൻ കൂടെ വിട്ടു. ഒരു വഴിക്ക് ഒരു വണ്ടിയിൽ ഞാനും നടരാജനും. കിട്ടുമോ? എൻ്റെ മോളെ, ഞാനിത് പ്രതീക്ഷിച്ചില്ല. നമുക്കിപ്പോൾ ദിവസം എങ്ങനെ വിൽക്കും വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചില ദിവസം ബാക്കി. പക്ഷേ ദൈവം ഇപ്പോൾ നമ്മളെ കൂടെ ഉണ്ട്. കുഴപ്പമില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോകണം. എങ്ങനെയുണ്ട്? ഇവിടെ പാർട്ടി ഓഫീസിന്റെ ബാക്കിൽ ഒരു ചെറിയ വീടുണ്ടല്ലോ, ഒരു മുറി പോലത്തെ. അവിടെ ഉണ്ട്. അവിടെ ഇട്ടാ വെക്കണത്. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് വിറകെല്ലാം ഇഷ്ടം പോലെ ആ പറമ്പിൽ തന്നെ കിട്ടും. എനിക്ക് കുറച്ച് മതി. ഇത് നിന്ന് വിറ്റ് കൂടെ നിന്നിട്ടെ. അല്ല, കുറച്ച് മതി. അവർക്ക് കൊടുക്ക്. അങ്ങനെ അവിടെ ആണ് ഇപ്പോൾ വെച്ചിട്ട് വെക്കണത്. സൗകര്യമുണ്ട്. അൻസാറിന്റെ കെയർ ഓഫിലുള്ള ഒരു തലശ്ശേരിക്കാരൻ. അൻസാറിന്റെ കെയർ ഓഫിലെ തലശ്ശേരിക്കാരൻ. നല്ല മണമുണ്ട്. ദിവസം ഞാൻ ഒരു കണ്ടെയ്നർ കൊണ്ടുവരും. കാരണം അയാൾ പല ഇതിൽ വെറൈറ്റി ആയിട്ട് വെക്കും. ഓരോ ദിവസവും വേറിട്ട വെപ്പാ. ഒന്നുമില്ല, എല്ലാം പോയിട്ടൊരു 1300-1400 കൊടുക്കണം ദിവസം. ജോലിയുണ്ട്. എല്ലാം തന്നെ ചെയ്തോളും. ഇറച്ചി കഴിയണം, ചെറിയ സപ്പോർട്ടിന് ഇവന്മാരൊക്കെ ചെയ്യും. ഞങ്ങളുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ ഏൽപ്പിച്ചോട്ടോ. അതല്ല പെണ്ണുങ്ങൾ ചെയ്താൽ പിന്നെ അവരുടെ മുടി വീഴും. പിന്നെ അവരുടെ അല്ല, പാത്രം കഴുകലും അങ്ങനെയുള്ള ക്ലീനിങ് ജോലികൾക്കായിട്ടേ ഒക്കെ ഇവരെല്ലാരും കൂടെ ചെയ്യും. നീ കഴിച്ചോ? എനിക്ക് വേണ്ട, കുളിച്ചിട്ടേ കഴിക്കണുള്ളൂ. കുളിച്ചില്ല. ചിക്കൻ അങ്ങനെ ഉണ്ട്. അങ്ങനെ വെക്കണം അറിയാമോ? ആദ്യം ചിക്കനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കും. അപ്പോൾ പൊടിയത്തില്ല. എന്നിട്ടാണ് പിന്നെ ഇതാക്കണം. എന്ത് തോന്നി ബുദ്ധി ഉണ്ടാകാൻ? എന്തോ ഞാനങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു ഐഡിയ. സംഭവം അൻസാർ ഇങ്ങനെ ഒരു ചെറിയ പ്രചോദനം ഉണ്ട് കേട്ടോ. അവൻ്റെ ഒരു ബുദ്ധിയും കൂടെ ഉണ്ട്.
പഞ്ചസാര പറഞ്ഞാൽ കേൾക്കും, നമ്മൾ പറഞ്ഞാലേ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? അങ്ങനെയല്ലടി, എനിക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ പ്രേരണയിൽ പോയി അത് ചെയ്ത് ഇത് ചെയ്ത് ഇതാകുമ്പോൾ നമ്മുടെ സ്വന്തം ബിസിനസ് എപ്പോൾ വേണേലും നമുക്ക് നിർത്താം, എപ്പോൾ വേണേലും തുടരാം അല്ലേ? പിന്നെ ഇല്ല, ഇനിയിപ്പോൾ നിർത്തണമല്ലേ, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകല്ലേ. പാർട്ടി കാര്യത്തിന് എന്തെങ്കിലും മുടക്കം വരുന്നുണ്ടോ? അതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മീറ്റിംഗ് ഒക്കെ ഇച്ചിരി നേരത്തെ ആക്കണമെന്നുള്ളത്. എന്തെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് ചെയ്തു തരാം കേട്ടോ. നീ ഇപ്പം എനിക്ക് ചെയ്തു തരേണ്ട ഒരു സഹായം, ഞാൻ കൊണ്ടുതരണ കാശ് അതിൻ്റെതായ ആവശ്യത്തിന് ചെലവാക്കുക, നിന്റെ കാര്യങ്ങൾ നടത്തുക. വീട്ടിൽ തന്നെ ചെലവാക്കിയാൽ മതി, ഞാൻ ചെലവാക്കി പോയിന്ന് പറയരുത്. നീ എന്താ ചിട്ടിയോ പാട്ടോ എന്താന്ന് വെച്ചാൽ കൂടിയോ. പിന്നെ കയ്യിലൊരു വള വാങ്ങിച്ചിടണം കേട്ടോ. കുറേ ദിവസമായി എനിക്ക് ഇതൊക്കെ വാങ്ങിച്ചു തരണത് ക്ലീറ്റോ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഇനിയും വേണം. എനിക്ക് മാലയും കമ്മലും മാത്രം മതി. നിനക്ക് വളയെന്നുള്ള ആഗ്രഹമില്ലല്ലോ? വേണ്ട. അപ്പൊ നമ്മളിപ്പോ വാങ്ങിക്കണ്ട, പ്രശ്നം നീന്നല്ല. ഡാഡി നിന്നെ ഇനി വല്ലവനോട് കെട്ടിച്ച് വിടുമ്പോ കൈ നിറയെ വളയൊക്കെ ഇടേണ്ടതാണ്. അതൊരു 5 വർഷം കൂടെ കഴിഞ്ഞിട്ടല്ലേ? 5 വർഷമോ? ഞാനൊരു 10 വർഷമാണ് എന്റെ മനസ്സിൽ കണക്കൂട്ടിയ. ഉണ്ടാക്കട്ടെ മോളെ, നമ്മുടെ ഒന്നുമില്ല. മക്കൾക്ക് ഒരു 22, 23 ഒക്കെ ആവട്ടെ, എന്നിട്ട് മതി നമുക്ക് കുറച്ച് കാര്യഗൗരവമൊക്കെ ആവട്ടെ. അമ്മയെ പോലെ നല്ല പക്വതയുള്ള ഒരു വീട്ടമ്മയായിട്ട് മോളെ കെട്ടിക്കോ. 10ാം ക്ലാസ്സിൽ പോയാലേ പക്വത. എടീ, നിനക്ക് 22 വയസ്സാകുമ്പോൾ കിട്ടുന്ന പക്വത അമ്മയ്ക്ക് അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. പൊന്നങ്ങളെ, ഇതൊക്കെ എന്താണ് ചെറുക്കൻ ഇങ്ങനെ നടക്കണേ? എന്താടി രാവിലെ പണിയൊന്നുമില്ലേ? പണിയൊക്കെ കഴിഞ്ഞു. എന്താ പത്രം നിന്നിരിക്കണേ? പോണ്ടേ നിനക്ക്? പോണം, കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ആ എന്താ? ഒന്നുമില്ല, ഇന്നലെ രാത്രി കുറേ വൈകി. നിനക്ക് നല്ല ക്ഷീണം കിട്ടോ, നീ എന്താ നോക്കാത്തെ? എന്താ ഇന്നലെ കുറേ വൈകിയെന്നേ, ഒരു 11 മണി 12 മണിക്ക് ഉറങ്ങിയപ്പോ ഈ 11 മണി വരെ നീ പോസ്റ്റ് കയറിക്കൊണ്ട് നടക്കുക? ഇല്ല, ഇന്നലെ മന്ത്രിമാരൊക്കെ വരുന്നായിരുന്നു. നിനക്കെന്താ കറണ്ട് പോയ പ്രശ്നല്ലേ? ഓ, നിങ്ങൾക്ക് KSEBയുടെ ഒരു ഉത്തരവാദിത്തം. ആരോട് എന്താ പറയും? എന്താ ഒരു വിഷമം പോലെ മുഖത്ത്? എന്തൊരു സന്തോഷമില്ലാത്ത? എന്താ ഷുഗർ? ആ താടിയൊക്കെ ഒന്ന് മെനക്ക് വടിക്കടാ നീ. ഇരിക്കണൊക്കെ നരച്ചു തുടങ്ങി. സാധനം തരട്ടെ? ഞെട്ടോ നീ. ഇന്ന് വരെ സംഭവിക്കാത്തൊരു കാര്യം ഞാനിപ്പോ ചെയ്യാൻ പോവാ. കടം മേടിച്ച തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കനക ഞാൻ. ഇനി മേടിക്കണൊക്കെ ഞാൻ തിരിച്ചു തരും. ഇവിടുന്ന് അത്ര ഭയങ്കര പൈസ വരുന്നുണ്ടല്ലോ. എടാ, എല്ലാം ശരിയായി. ക്ലീറ്റ മറ്റേ ബിരിയാണി ബിസിനസ് തുടങ്ങിയില്ലേ, അപ്പൊ നല്ല ലാഭം ഉണ്ടെന്ന് തോന്നുന്നു. മിനിഞ്ഞാന്ന് കൊണ്ടുവന്ന് 1800 രൂപ തന്നു, ഇന്നലെ 3000 രൂപ തന്നു. ആ, എനിക്കും ഇന്നലെ തന്നപ്പോഴേ ഞാൻ ഞെട്ടി. ഇന്നെന്റെ ബോധം പോയി 3000 രൂപ തന്നപ്പോഴത്തേനും. ആ, ലാഭമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ, അല്ല ലാഭമല്ല, മറ്റേ ചെലവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസയാണ്. ഇപ്പൊ ഭയങ്കര കച്ചവടാന്ന് പറയണു. നീ കണ്ടായിരുന്നോ? ആളുകളെല്ലാരും പറയുന്നുണ്ട്. ആണല്ലേ? നല്ല ബിരിയാണിയാന്ന്, നല്ല ബിരിയാണിയാന്ന്. ഇത് എവിടുന്ന പൈസ? എനിക്ക് തോന്നുന്നു മറ്റേ സുരേന്ദ്ര മുതലാളിയില്ലേ, പുള്ളിയുടെ അടുത്ത് നിന്ന് ഒപ്പിച്ചതാറ്റേ എങ്ങനെയോ. ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 3-4 പേര് എന്നോട് ചോദിച്ചു, അല്ല ക്ലീറ്റസ് ഇപ്പം എന്താ പുതിയ ബിസിനസ് തുടങ്ങി, ഭയങ്കര നല്ല ഇതിലാണല്ലോ, കണ്ടമാനം ചിലവുണ്ട്, കൊള്ളാൻ പരിപാടി എന്നൊക്കെ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു ഇവനെന്താ ഒരു പുതിയ തട്ടിപ്പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇത് തട്ടിപ്പല്ല കേട്ടാ, ഇത് തട്ടിപ്പല്ല. എന്താന്ന് വെച്ചാല് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോ ഇതാകുമ്പോ ക്ലീറ്റോന് പാർട്ടി പരിപാടി നടക്കുന്നുണ്ട്, ഇതും ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഫുൾ ടൈമിലല്ലോ, ഹോട്ടല് പോലെ അല്ലല്ലോ. പിന്നെ പാർട്ടിയിൽ ആരൊക്കെ സഹായിക്കാനൊക്കെ ഉണ്ടാ. എങ്ങനെയെങ്കിലും ചെയ്യട്ടെ, ഇതിപ്പോ സ്വയം തോന്നിയതാണല്ലോ. ആ, എന്തൊക്കെ പണി നോക്കി ഞാൻ ഇതിനൊന്ന് പണിക്ക് വിടാൻ വേണ്ടിട്ട്. വല്ലതും നടന്നോ? ഇത് ഇപ്പൊ ആരോടും ഒന്നും പറയാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ബിസിനസ് തുടങ്ങി. കൊള്ളാട്ടോ ക്ലീറ്റോ, ഞാൻ വിചാരിച്ച പോലെ അല്ല. ശരിയാവുന്ന അവ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. ഈ വെറുതെ പുറമെയുള്ള ഈ ബഹളവും ചാടിയും കാട്ടി നടക്കല്ലേ. അപ്പം അത് വേണ്ട വേണ്ട എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെ സ്വയം ഒരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നീയായിട്ട് ഇനി വേറെ ഒന്നും പറഞ്ഞുണ്ടാക്കണ്ട കേട്ടാ. അതായത് ഒരുപാട് ജോലി ഭാരം കൂടുന്നുണ്ട്, കുറയ്ക്കണം, വേർക്കുന്നുണ്ട് എന്നൊന്നും പറയണ്ട.
അവൻ ചെയ്യുന്നത് പോലെ ചെയ്തോട്ടെ, ഒന്നും പറയണ്ട. അതാ നല്ലത്. കൂടെ നിൽക്കണമാരൊക്കെ എങ്ങനത്തെമാരാണെന്നാവോ. അതാണ് വേറെ വിഷയം. ആ കാര്യത്തിലേക്ക് ഒരു കണ്ണു വേണമെന്ന് പറഞ്ഞു. എല്ലാം തട്ടിപ്പന്മാരാ. ഇവനാച്ചാ പൊട്ടനുവാ. ദൈവമേ, എന്നാലും ഇത് എങ്ങനെ നടന്ന സംഭവം എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്ത് സന്തോഷാന്നറിയപ്പോ വീട്ടില്. തന്നെ കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴേ ഇതാണ് ഓരോന്ന് നടക്കാനും ഓരോ സമയം ഉണ്ടെന്ന് പറയുന്നത്. അതാണ് എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസാ എന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടില്ലേ. ശരി, ഞാൻ പൈസ വേണമെങ്കിൽ വെച്ചോ. പിന്നെ വേണമെങ്കിൽ വെച്ചോ. എനിക്ക് വേണ്ടെന്നേ, നീ പിടിച്ചോ. ഇനി നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ തങ്കം തരും. ഓ, നിന്നെ പോലെ ഞാൻ കണക്ക് പറയില്ല മോനെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, സന്തോഷം. ടാറ്റാ. Versus Alien.